ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് മത്തങ്ങയും കൊണ്ട് ഒരു ചപ്പാത്തിയാണ്, പിന്നെ തൈര് കൊണ്ട് അതിന് മാച്ചായിട്ടുള്ള ഒരു കറി. ആദ്യം ഒരു 1/4 കിലോ മത്തങ്ങ നന്നായിട്ട് കഴുകി കട്ട് ചെയ്തിട്ട് അതൊന്ന് കുക്കറിലിട്ട് വേവിക്കുക. ഇത്തിരി മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് വേവിക്കുക. ഒരു 2 വിസിൽ വരുന്ന വരയ്ക്ക് നന്നായിട്ട് ഇങ്ങനെ സ്മാഷ് ചെയ്യുക. പിന്നെ വേറെ ആവശ്യമുള്ള സാധനങ്ങൾ ചില്ലി പൗഡറും പിന്നെ കുറച്ച് സെസമി സീഡും ജീരകവും പിന്നെ കൊത്തമല്ലി പിന്നെ ഗ്രീൻ ചില്ലിയും പിന്നെ ഇത് മല്ലി വന്നിട്ട് ഞാൻ ഇത്തിരി കോഴ്സായിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ചു. സോ ഇപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന 2 കപ്പ് ഗോതമ്പ് മാവ്, അതിൽ ഞാൻ ഈ മത്തങ്ങ ബോയിൽ ചെയ്തത് സ്മാഷ് ചെയ്ത് അതിലിടുന്നു. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ചേർക്കാം. ഇച്ചിരി ഉപ്പിടാം. സോ നന്നായിട്ട് ചപ്പാത്തി മാവ് മതി, നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചിട്ട് വെള്ളം നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം. ഇത്തിരി 2 സ്പൂൺ എണ്ണ ഇട്ടിട്ട് അതൊന്ന് ഹാഫ് ആൻ അവർ അതൊന്ന് മൂടി വെക്കാം. സോ ഇത് ഹാഫ് ആൻ അവർ ആകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഉള്ള ഒരു മോർക്കറി നമുക്ക് റെഡിയാക്കാം. ആദ്യം ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഇടാം. പിന്നെ അതിൻ്റെ ജീരകം ഇട്ടിട്ട് ഇഞ്ചിപ്പൂണ്ട് പിന്നെ മുളക് ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് വതക്കാം. പിന്നെ ഉള്ളി ഇടാം, നന്നായിട്ട് അതൊന്ന് വതക്കാം, ബ്രൗൺ ആവേണ്ട വരയ്ക്ക് ഉള്ളി. പിന്നെ ടൊമാറ്റോ ഇടാം. പിന്നെ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും കായം ഇട്ടിട്ട് നന്നായിട്ട് ഇച്ചിരി വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. ഈ ടൊമാറ്റോ നന്നായിട്ട് അത് സ്മാഷ് ആവേണ്ട വരയ്ക്ക് അതൊന്ന് മിക്സ് ചെയ്യണം. ഉപ്പിടുക, ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ ഇങ്ങനെ ടൊമാറ്റോ ഇങ്ങനെ നന്നായിട്ട് അതൊന്ന് സ്മാഷ് ആവണം. പിന്നെ കൊത്തമല്ലി ഇടുക. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം. പിന്നെ നല്ല നന്നായിട്ട് തൈര് ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ട് ഒഴിക്കണം. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കറി. നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇത്. ചോറിനും ചപ്പാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. പിന്നെ ചപ്പാത്തി ഇവിടെ ഞാൻ ഉണ്ടാക്കി വെച്ചു. അത് ഈ അളവിന് എനിക്ക് 9 ചപ്പാത്തി കിട്ടി. നന്നായിട്ട് അത് ഏതെങ്കിലും ഒരു ഷേപ്പ്, സ്ക്വയറോ അല്ലെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പ് അല്ലെങ്കിൽ റൗണ്ട് ഇട്ടിട്ട് ചപ്പാത്തി മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരത്തിയെടുക്കാം. വേണമെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ എണ്ണ ഇടാം. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ പറയൂ ഇത് എങ്ങനെയുണ്ടെന്ന്. നല്ല ഒരു ഡിന്നർ റെസിപ്പിയാണിത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.